ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫാസിൽ എമിഗോസ് ഷോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. അങ്ങനെ ഞാനും നമ്മുടെ ക്യാമറമാൻ നിച്ചും കൂടിയിട്ട് ഇതിൻ്റെ ടിയാഗ് ഈവിടെ ഒരു യൂസർ റിവ്യൂ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും. ഇനി ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഒരു ഹെൽപ്ഫുൾ ആവും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. അപ്പം ഞാൻ ഈ വാഹനം എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വാഹനം എടുത്തതിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചു, അതുപോലെ നമ്മുടെ വാഹനം കൊണ്ട് എനിക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടായിട്ടുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1.5 വർഷത്തോളമായി ഞാൻ ടിയാഗോ EV യൂസ് ചെയ്യുന്നുട്ടാ. 2023 ഞാൻ ഈ വാഹനം സ്വന്തമാക്കിയത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഉപയോഗിച്ചത് സ്വിഫ്റ്റ് കാറാണ്. അപ്പൊ എനിക്ക് ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 12,03,000 രൂപയായിട്ടാണ് എനിക്ക് അന്ന് വന്ന പ്രൈസ് എന്ന് പറയുന്നത്. LR എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ എടുത്തത്. LR എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെയായിട്ട് MR എന്ന് പറഞ്ഞിട്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ LR എന്ന് പറഞ്ഞ ലോങ് റേഞ്ചും MR എന്ന് പറഞ്ഞ മിഡ് റേഞ്ചും ആണ് അന്ന് വന്നിരുന്നത്. ഈ ലോങ് റേഞ്ചിന് നമുക്ക് അന്ന് കമ്പനി അവകാശപ്പെട്ടത് 315 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ നമുക്ക് 315 കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാലും ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് ഒരു 210 കിലോമീറ്റർ ഒക്കെ മാക്സിമം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ MR നമുക്ക് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ് എനിക്ക് അന്ന് കമ്പനി പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 180 കിലോമീറ്റർ ഒക്കെയാണ് MR കിട്ടുള്ളൂ. അപ്പൊ മിഡ് റേഞ്ചിലുള്ളത് എടുക്കാതിരിക്കുക നല്ലത്. കാരണം ചില ആളുകൾക്ക് 150 കിട്ടുന്നവരുണ്ട്, 180 കിട്ടുന്നവരുണ്ട്. എപ്പോഴും നമ്മൾ ഒരു EV എടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേഞ്ച് ഉള്ളതിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് EV ഉപയോഗിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ടിയാഗോ EV എടുക്കാണ്ടായ കാരണം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ ഇതിന് മുൻപ് ഉണ്ടായിരുന്നത് സ്വിഫ്റ്റ് ആണ്. 2020 മോഡൽ സ്വിഫ്റ്റ് കാറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു ഓഫീസ് ഇട്ടു, ഒരു കൺസ്ട്രക്ഷനും ഇന്റീരിയറും കൂടിയിട്ട്. അപ്പൊ എനിക്ക് സൈറ്റുകളൊക്കെ ഒരുപാട് കവർ ചെയ്യാണ്ട് ഏകദേശം 100 കിലോമീറ്ററിന്റെ മുകളിലേക്ക് എനിക്ക് ഒരു ദിവസം യാത്ര വന്നിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയൊക്കെ അറിയാലോ, അത്യാവശ്യം എമൗണ്ട് പെട്രോളിന് വേണ്ടി മാറ്റി വെക്കേണ്ട അവസ്ഥയായിരുന്നു. അതുകൂടാതെ തന്നെ 18ഉം 20ഉം കിലോമീറ്റർ ഒക്കെ കിട്ടിയിരുന്ന സ്വിഫ്റ്റ് കാർ നമ്മൾ നിർത്തിയിട്ട് പോകുന്നത് കാരണം തന്നെ 14 കിലോമീറ്ററിലോട്ട് എത്തി അതിന്റെ മൈലേജ്. അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി. മന്ത്ലി നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരുപാട് എമൗണ്ട് പെട്രോളിന് വേണ്ടി മാറ്റി വെക്കേണ്ട അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് ആ സമയത്ത് EV ഇങ്ങനെ ആയി വരുന്നത്. നമ്മുടെ നാട്ടില്, ഞാൻ പൊന്നാനിക്കാരനാണ്, നമ്മുടെ നാട്ടില് കുറഞ്ഞ EV ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ EV യൂസേഴ്സിനോടൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. കൂടുതൽ പേരും അതിന്റെ നെഗറ്റീവ്സ് പറയാനാണ് നേരം കണ്ടത്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ്സ് വളരെ കുറച്ച് ആൾക്കാരാണ് പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കണക്കൂട്ടി. പിന്നെ ഞാൻ ആലോചിച്ച് അങ്ങോട്ട് എടുക്കാം നമുക്ക് EV, നമുക്കൊന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അങ്ങനെ ഞാൻ EVയുടെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ടിയാഗോ EV കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ഇതിന്റെ ഒരു ബഡ്ജറ്റിലും അതുപോലെ തന്നെ അതിന്റെ റേഞ്ചും നോക്കുമ്പോൾ ടിയാഗോ EV ബെറ്റർ ആയിട്ട് തോന്നി. സ്വിഫ്റ്റിൽ നിന്ന് ടിയാഗോയിലോട്ട് മാറിയപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ കാറ്റഗറി ഒന്ന് മാറി എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിൽ നിന്നൊരു ചെറിയൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വന്ന് എനിക്കാണ് പേഴ്സണലി തോന്നിയതാണ്. മറ്റു പലർക്കും ടിയാഗോ ഒന്നും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ സ്വിഫ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ബോഡി തന്നെ എടുത്ത ദിവസം തന്നെ ഫസ്റ്റിൽ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓപ്പൺ ആയി ആക്സിഡന്റ് മീൻസ് ഒരു ബൈക്ക് മുന്നിൽ ചാടി വണ്ടി തട്ടി. ഞാൻ സ്വിഫ്റ്റ് ഉപയോഗിച്ചിരുന്നപ്പോൾ ചെറുതായി തട്ടിയ തന്നെ ബമ്പർ ഇത് മായതിനെ മോശമാക്കി പറയല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബമ്പർ പൊളിയാറാണ് പതിവ്. പക്ഷെ ഞാന് എന്താ പറയാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ നെഞ്ഞത്ത് കൈവച്ചിട്ട് ഇറങ്ങിയത്. നെഞ്ഞത്ത് കൈവച്ച് ഇറങ്ങി ഫ്രണ്ട് നോക്കുമ്പോൾ ഇതിന്റെ നമ്പർ പ്ലേറ്റ് മാത്രമേ നെളിഞ്ഞിട്ടുള്ളൂ. അതിപ്പോഴും ആ നമ്പർ പ്ലേറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. ഈ 2 വർഷമായിട്ടും അതിനൊരു മാറ്റം വരുത്തിയില്ല. ആ നമ്പർ പ്ലേറ്റ് അതേപടി. കാരണം കണ്ണിട്ടായിരിക്കാൻ ഒരു ചളുക്കൽ നല്ലതാണ്. പിന്നെ അകത്തോട്ട് കയറിയപ്പോ എല്ലാം ഒരു സോളിഡ് ഫീൽ ഉണ്ട്. ഇതിന്റെ എല്ലാ മെറ്റീരിയലും എനിക്കൊരു സോളിഡ് ഫീൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് EV കാറ്റഗറിയിലേക്ക് എത്തുന്ന എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കിലാണ് വരാം. അതുപോലെ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് പറയാൻ ഒരുപാടുണ്ട്. ഫീച്ചേഴ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലത്തെ ഭയാനകമായ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് EV എടുത്തതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. മേ ബി ടിയാഗോ ആയതുകൊണ്ടാവും. എനിക്ക് തോന്നുന്നു ടിയാഗോ ആണ് ഏറ്റവും കംപ്ലൈന്റ് കുറഞ്ഞ വാഹനം എന്നാണ് എന്റെ അറിവിലുള്ളത് EVയിൽ.
ഈ ടാറ്റയുടെ സെഗ്മെന്റിൽ ടാറ്റയുടെ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ EV ആണ് ഏറ്റവും കംപ്ലൈന്റ് കുറവുള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതന്നെയാണ്, ക്യാഷ് ഒരുപാട് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു. ഈ വാഹനത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻസ്, ആ പെട്രോളിന് വേണ്ടി ചെലവാക്കുന്നത് ഒരുപാട് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എവിടെ നിർത്തി പോയി കഴിഞ്ഞാലും ഇതിന് മൈലേജ് കട്ടാവാം. അതായത് നമ്മളിപ്പോൾ ബ്ലോക്ക് വന്ന് അവിടെ മൈലേജ് കട്ടാവാം. അങ്ങനെ കൂടുതൽ അങ്ങനെ റേഞ്ച് കട്ടാവുന്ന ഒരു കേസ്, പെട്രോളിന്റെ കയ്യിൽ മൈലേജ് കട്ടാവും, ഇതിന്റെ കേസിൽ റേഞ്ച് കട്ടാവുന്ന ഒരു കേസ് എനിക്കില്ല. റേഞ്ച് കുറയുന്ന ഒരു കേസില്ല. എങ്ങനെ ആയാലും 200 കിലോമീറ്റർ എങ്കിലും കിട്ടാറുണ്ട്. 200 റേഞ്ചെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. 210 കിലോമീറ്റർ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെർ കിലോമീറ്ററിന് നമുക്ക് ചെലവാകുന്നത്, പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെലവാകുന്നത് ₹1.50 മുതൽ ₹1.80 വരെയാണ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എമൗണ്ട് വരുന്നത്. വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും കുറയും. സോളാർ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം പറയണ്ട, ഇത്ര എമൗണ്ടേ വരുന്നുള്ളൂ. നമുക്ക് നോർമലി പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം എത്ര രൂപ വരും എന്നുള്ളത്. ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടി അത്യാവശ്യം എമൗണ്ട് വരും. അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം തന്നെ അതിലുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, അത് ഫ്യൂച്ചറിൽ എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യം നമുക്ക് നമ്മുടെ ജിയോ തന്ന പോലെ ഫ്രീ ആയിട്ട് തരുന്ന പോലെ ഇരുന്ന് നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 രൂപ ആയിരുന്നു നമുക്ക് യൂണിറ്റിന് വന്നിരുന്നത് ആദ്യം. അതായത് 24 യൂണിറ്റ് വേണം നമ്മുടെ ഈ വാഹനം ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. 14 രൂപയ്ക്കായിരുന്നു നമുക്ക് യൂണിറ്റിന് വന്നിരുന്നത്. അപ്പൊ യൂണിറ്റിന് വന്നിരുന്ന ഇതേ ചാർജിങ് സ്റ്റേഷൻ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈസിഗോ എടുക്കുകയാണെങ്കിൽ, ഗോ ഈസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗോ ഈസിൽ 14 രൂപ ഉള്ള സ്ഥാനത്ത് അതിപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ലോക്കൽ ഏരിയകളിൽ പോലും 24 രൂപ യൂണിറ്റിലേക്ക് എത്തിയത്. ആദ്യം ഈ നമ്മുടെ എറണാകുളം ലുലു പോലുള്ള ചാർജിങ് സ്റ്റേഷനുകളിലായിരുന്നു 24 രൂപ വാങ്ങിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ നോർമലി നമ്മളെ പരിസരങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 24ലേക്ക് എത്തിയത്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ KCBയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, KCB ഇതേപോലെ 14 രൂപ കൊടുക്കുന്നത്. KCB ഇപ്പൊ നോക്കുമ്പോൾ 24 രൂപ ആയിട്ടുണ്ട്. അതായത് അവർ KCBക്ക് 2 ആപ്പ് ഉണ്ട് ഇപ്പോൾ. ആദ്യം ചാർജ് മോഡ് മാത്രം ഉണ്ടായിരുന്നത്, ചാർജ് മോഡിൽ 14 രൂപ എന്നുള്ള 24 എത്തി. ഇപ്പൊ KE മാപ്പ് എന്നും കൂടെ പറഞ്ഞിട്ട് ഒരു ആപ്പ് വന്നിട്ടുണ്ട്. ആ ആപ്പിൽ 14 രൂപയേ ഉള്ളൂ. അത് പലർക്കും അറിയില്ല. അപ്പൊ KE മാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചും കൂടെ ഒരു അവയർനെസ് വേണം. 50,000 കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട് ഈ വാഹനം. അപ്പൊ എനിക്കിപ്പം പെട്രോൾ ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപയോളം എനിക്ക് ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു റേഞ്ചിലോട്ട് ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ EVയുടെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് കൊണ്ടുനടക്കാം. ആ ഒരു എക്സ്പെൻസ് ആവുന്നുള്ളൂ നമുക്ക്. ഞാനിപ്പോൾ എൻ്റെ ബൈക്കില്ല, എൻ്റെ കാർ തന്നെ ഉള്ളൂ. എന്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, എന്തിനാണെങ്കിലും, ചെറിയൊരു കാര്യത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് പെട്രോളിന്റെ ടെൻഷൻ ഇല്ല. കാരണം ഇത്രയല്ല ചെലവ് വരുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, EV ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോകുന്നുള്ളത് അല്ലേ? എന്നാൽ അത് വെറും മണ്ടത്തരാണ്. കാരണം നമ്മൾ ഈ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം കറക്റ്റ് പ്ലാൻ ചെയ്ത് പോകണം. അതേ സമയത്ത് നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലുള്ള യാത്രകൾക്ക്, ഒരു 200 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കൊന്നും ഇത് പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ പ്ലാൻ ചെയ്യേണ്ടി വരും. അതർ സ്റ്റേറ്റ് ഒക്കെ പോകുമ്പോൾ നല്ല വ്യക്തത ഉണ്ടാവണം. ഞാനിപ്പോൾ മൈസൂർ പോയി, പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രം, ഇതൊക്കെയാണ് ഇപ്പോൾ ലോങ് പോയിട്ടുള്ളത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഫാമിലിനായിട്ട് തന്നെയാണ് പോയത് ഞാൻ. നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ ഒരു 10% ഒക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, ഒരു 15% മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുനടക്കും. അപ്പോൾ ഇത് ഓഫ് ആവുന്ന ഒരു കാര്യം ഇല്ല. കാരണം നമുക്കറിയാം എത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഓഫ് ആവുന്നുള്ളത്. അതുകൊണ്ട് നമ്മളത് റീചാർജ് ചെയ്യും. പിന്നെ പെട്രോൾ ആയിരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ഓഫായിട്ട് കുപ്പിയിൽ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. കുപ്പിയിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ കസിൻസോ ആരിലൊക്കെ കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടാൻ. ഇതെടുത്തതിന് ശേഷം എവിടെ ഇതുവരെ നിന്നിട്ടില്ല വണ്ടി. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, വൈഫ് ആക്ച്വലി ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ അവളായിട്ട് എനിക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും. അപ്പം അങ്ങനെ വർക്കിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് കൂടുതലും ഞാൻ വാഹനത്തിൽ തന്നെ ഇരിക്കേണ്ട സിറ്റുവേഷനും, അവൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വാഹനത്തിലിരിക്കുമ്പോൾ കമ്പൽസറി ആയിട്ട് AC ഓൺ ചെയ്യണം. പെട്രോൾ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പെട്രോൾ പോകും, അറിയാലോ. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നമ്മൾ AC ഇട്ടിരിക്കുമ്പോൾ ഫ്യൂൽ അത്രയും പോകും. പക്ഷേ EV ആയതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റാണ്. EV നിങ്ങളൊരു 8 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറോ നിങ്ങൾ AC ഇട്ടിട്ട് ഇരുന്നോളൂ, നിങ്ങൾക്ക് ഒരു 12% വരെയൊക്കെ അത്രയും മണിക്കൂറുകൾ ഇട്ടാലും പോവുകയുള്ളൂ.
ഒരു 3 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3% അല്ലെങ്കിൽ ഒരു 4% ഒക്കെ മാക്സിമം പോകാറുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ അത്രേ പോയിട്ടുള്ളൂ കേട്ടോ, മറ്റുള്ളവരത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും നമുക്ക് AC യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാഹനം സാധാരണക്കാർക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളത്. പലരും വിചാരിക്കുന്നത് ഹൈ റേഞ്ചിലുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ക്യാഷ് ഉള്ള ആളുകൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ EV. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത് തോന്നുന്നത്. കാരണം അത്രയും നമുക്ക് എമൗണ്ട് മന്ത്ലി വരുന്ന എക്സ്പെൻസ് കുറവാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് വാഹനത്തിന്റെ ഇന്റീരിയറും അതുപോലത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അറിയേണ്ടതും എക്സ്പീരിയൻസ് അല്ല എൻ്റെ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നാമത് അതിന്റെ ആക്സലറേഷൻ തന്നെ, നിങ്ങൾ പെട്രോൾ വാഹനത്തിന് കൊടുക്കുന്ന ആ ഒരു ആക്സലറേഷൻ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റേഞ്ച് കട്ടാവും, അത്രയും കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഇത് സെൽഫ് യൂസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സെൽഫ് യൂസ് ചെയ്യുമ്പോൾ റേഞ്ചിന് വലിയ വേരിയേഷൻസ് വരാറില്ല, കാരണം ഒരേ ലെവലിലാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത്. പലരും ഇത് കൈമാറി ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും, കാരണം ഇതിൽ അത്രയും സെൻസേഴ്സ് ഉള്ള വാഹനമാണ്. അപ്പൊ നമ്മൾ ലോക്കലായിട്ട് വേണമെങ്കിൽ തൊള്ള തോന്നിയ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് ഇത്രയും വർഷമായിട്ട് മറ്റുള്ളവർ പറഞ്ഞ അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു തവണ സെൻസറിന് പ്രശ്നം പറ്റി. ഇതിന്റെ സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IP64 റേഞ്ചാണ് ഇതിന് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളത്. ടിയാഗോ EVയുടെ കേസിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 50 കിലോമീറ്റർ സ്പീഡിന് മുകളിലോട്ട് പോകുമ്പോൾ, മഴക്കാലത്തൊക്കെ ഒരു കണക്കിന് നല്ലതാണ്, ആക്സിഡൻസ് അത്രയും കുറയും. 50 കിലോമീറ്ററിന് മുകളിലോട്ട് സ്പീഡിൽ പോകാതിരിക്കുക. കാരണം ഇതിലൊരു വയറിംഗ് കിറ്റ് ഉണ്ട്, അതിലോട്ട് വെള്ളം സ്പ്ലാഷ് ആയിട്ട് എത്തുമ്പോൾ അതിന്റെ സെൻസറിന് കംപ്ലൈന്റ് വരുന്നുണ്ട്, സെൻസർ പോകുന്നുണ്ട്. ആ ഒരു സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായി. അത് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൈമാറി വാഹനം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു, അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ആ ഒരു തവണയാണ് എനിക്ക് ഈ വാഹനം കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അത് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ടാറ്റ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു. ടാറ്റയുടെ അതുപോലെ തന്നെ ടാറ്റയുടെ റത്താന മോട്ടോഴ്സ് കാലിക്കറ്റിൽ മീൻചന്തയിൽ ഞാൻ ഈ വാഹനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കുറേയൊക്കെ രക്ഷ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റുള്ളവർ വളരെ മോശം സർവീസുകളാണെന്നാണ് അറിഞ്ഞത്. എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്തല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കാലിക്കറ്റ് മീൻചന്തയുള്ള റത്താന മോട്ടോഴ്സ് അടിപൊളിയാണ്. പ്രൊമോട്ട് ചെയ്യൊന്നുമല്ല, നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഞാനിതിന്റെ എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്തായാലും മെൻഷൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത്, നമുക്ക് ബാറ്ററിയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. 8 വർഷത്തോളം നമുക്ക് കമ്പനി ഇതിന് ഗ്യാരണ്ടി തരുന്നുണ്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് സെൻസേഴ്സ് മറ്റുള്ളതിന് നമുക്ക് 5 വർഷത്തോളം ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു EVയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പവറിന്റെ കാര്യം, വാഹനം കയറ്റം കയറോ അങ്ങനെയൊക്കെയുള്ള കുറെ സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് അല്ലേ. വാഹനം എന്ത് കയറ്റവും കയറും, ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് പെട്രോൾ വണ്ടി കയറുന്നതിനേക്കാളും സിമ്പിളായിട്ട് കയറും. പിന്നെ പവർ, സ്പോർട്സ് മോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത്രയും അത്യാവശ്യം കെട്ടണമെങ്കിൽ മാത്രം നമുക്ക് സ്പോർട്സ് മോഡ് ഉപയോഗിക്കേണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നല്ല പവറാണ് വാഹനം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി തന്നെ കാര്യങ്ങൾ ക്ലിയർ കട്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് കയറ്റം കയറുമ്പോൾ നല്ല നമ്മുടെ ചുരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിൽ സ്റ്റേഷൻസ് ഇങ്ങനത്തെ പോകുമ്പോൾ വണ്ടിയുടെ റേഞ്ച് പൊതുവെ ഒന്ന് കുറയും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1%-ന് 2 കിലോമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2.1 ഒക്കെ വെച്ചിട്ട്. അത് നേരെ നമ്മൾ ഹിൽ സ്റ്റേഷനും പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ 1 കിലോമീറ്റർ ആയി മാറും. അപ്പോൾ 1 കിലോമീറ്ററിന് നമുക്ക് കുറയും. അപ്പോൾ നമ്മൾ വളരെ പ്ലാൻഡ് ആയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മൾ ഹിൽ സ്റ്റേഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ റീജിയൻ മോഡ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരുന്നുള്ളത്. അത് കുത്തനെ നല്ല ഇറക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റീജിയൻ ആവും, ചാർജ് ഇങ്ങോട്ട് തന്നെ ബാറ്ററിയിലോട്ട് തന്നെ നമുക്ക് ചാർജ് കയറും. അതാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നോർമലി നമ്മൾ പ്ലെയിൻ റോഡിലൊക്കെ നമ്മൾ അത് 0-ൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1-ൽ ഇട്ടാൽ മതി. ചെറിയ ഇറക്കം കാലൊക്കെ വരുമ്പോൾ 2-ൽ ഇടാം, വലിയ ഇറക്കം വരുമ്പോൾ 3-ലോട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ചാർജ് ഇങ്ങോട്ട് തന്നെ കയറും. ഇപ്പോൾ വയനാട് നിന്നൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചുരം താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എനിക്ക് 10% റിട്ടേൺ കയറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വളരെ നല്ലൊരു ഫ്യൂച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിന്റെ കുറച്ച് മോശം വശങ്ങളെ കുറിച്ച് പറഞ്ഞാലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും ലോങ് ഒക്കെ പോകുമ്പോൾ. അതുപോലെ നിങ്ങൾ ഫാമിലി യൂസിന് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം എടുക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് എടുക്കാതിരിക്കുക, EV എടുക്കാതിരിക്കുക. കാരണം ഇത് ഡെയിലി യൂസ് ഉള്ളവർക്ക് മാത്രമേ ബെനിഫിറ്റ്സ് ഉള്ളൂ. കാരണം ബാറ്ററി നമുക്ക് കുറേ കാലം ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ
എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ EV സജസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ടിയാഗോയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ, എനിക്കിതിൻ്റെ ടയറിൻ്റെ പ്രശ്നമാണോ അതുപോലെ വേറെ എന്തെങ്കിലും കൺട്രോൾ ഇല്ലാത്ത പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. 1-2 വട്ടം ഞാൻ അതായത് ചെരലൊക്കെ ഉണ്ടല്ലോ, ചെരൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ടയർ നന്നായിട്ട് കിടന്ന് കറങ്ങുക, കയറ്റം കയറുമ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക, ഗ്രിപ്പ് കിട്ടാത്ത പോലെ. ആ ഒരു പ്രശ്നം നന്നായിട്ട് ഞാൻ അനുഭവിച്ച്. അതുപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക്, വാഹനം വെട്ടിലെന്തെങ്കിലും ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചെറുതായിട്ട് പോവാം, ബ്രേക്ക് ചെറുതായിട്ട് കയ്യിൽ നിന്ന്, അതായത് ഒരു സെക്കൻഡ് ആ ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥ, അതിൻ്റെ ആ ഒരു റീജണും ബ്രേക്കും എല്ലാം നഷ്ടപ്പെട്ട് വണ്ടി ഇങ്ങോട്ട് മൂവ് ആവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം 100 പേരെ മുകളിലോട്ട് ഉള്ള യൂസേഴ്സിന് ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടായി, രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതുവരെ ടാറ്റ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ ഖേദം പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ ടാറ്റൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വാഹനം നല്ലതാണെങ്കിൽ ഇത്രയൊക്കെ തന്നെയാണ് അവരുടെ സർവീസ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, ബോഡി ആയിക്കോട്ടെ, അതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞ മോട്ടർ ആയിക്കോട്ടെ, മോട്ടറൊക്കെ നല്ല പവർഫുൾ മോട്ടർ തന്നെയാണ്. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് മ്യൂസിക് സിസ്റ്റം ആണ്. മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ്. ഭയങ്കര സംഭവമാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയി. അപ്പം അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ ഒരു എമൗണ്ടിന് ഓക്കെയാണ്. ഇനി EV എമൗണ്ട് കുറയാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഈ വാഹനം ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് 12,03,000 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഫുൾ ഓപ്ഷൻ അല്ല, തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വന്ന് പുഷ് ബട്ടൺ ഉണ്ടാവും, സീറ്റ് കവർ ഉണ്ടാവും, പിന്നെ ഫാസ്റ്റ് ചാർജറും കൂടി കിട്ടും തോന്നുന്നുണ്ട് ഫുൾ ഓപ്ഷൻ്റെ കൂടെ, വീട്ടിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പം നമുക്ക് ഫുൾ ഓപ്ഷൻ കാറിന് വരുന്നത് ടിയാഗോ EVക്ക് 11,70,000 സംതിങ് ഉള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് അന്നത്തെ ഫുൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70,000 രൂപയോളം കുറഞ്ഞു തന്നെ പറയാം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പുതിയതിൽ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലസ്റ്ററും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുന്ന LED സ്ക്രീന് ഒക്കെ മാറിയിട്ടുണ്ട് പുതിയ മോഡലിൽ കേട്ടോ. പുതിയ 2025 എഡിഷനിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ നിച്ചു എനിക്ക് ബാഡായി തോന്നിയത്? വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. മറ്റുള്ളവർ പറയുന്ന പോലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ സോളാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാണ്. നിങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ ഈ വാഹനം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ നിങ്ങളുടെ സ്വന്തം ഫാസിൽ എമിഗോസ് പാച്ചു.